എന്റെ രണ്ട് എസ്റ്റേറ്റിലെ മാനേജറായിട്ട് ഞാൻ വേണമെങ്കിൽ എന്റെ ദൈവമേ നന്ദി. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അവന് ജോലിയായി. കെടുപിടി സാധനങ്ങളൊക്കെ ഞാൻ ഇവനെ ഏൽപ്പിക്കാം. അത് മതി. അപ്പൊ അവന് ജോലിയായി. നിനക്ക് ജോലി വേറെ വിജയില്ല. അങ്ങനെ ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കാം. നീ ആദ്യം ഒന്ന് പേടിച്ചു. ഇല്ലല്ലോ, എന്താണെന്നറിയാമോ, ഞാൻ ആവശ്യമില്ലാത്ത വല്ലതും ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ ഒന്ന് ക്ഷമിച്ചേക്കണം. എന്റെ സ്വഭാവം മാറിയോ എന്ന് നീ അല്ല, അങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടില്ല, ശങ്കിച്ചു. ഇല്ലില്ല, ഞാൻ അങ്ങനെ ക്ഷമിക്കണേ. അതെ അതെ, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് ഉറപ്പിക്കാം നമുക്ക്. ഓക്കെ. എനിക്ക് ചായ അങ്ങനെ എന്തെങ്കിലും അല്ല, ചായയുടെ അല്ല. ഇനിയിപ്പോ നമ്മള് കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ബാക്കി എന്തോ കാര്യങ്ങൾ? അല്ല, ഈ പെങ്കൊച്ചി പറഞ്ഞപ്പോ ശ്രീധനത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അല്ല, ചെറുക്കാൽ പെങ്കൊച്ചി വീട്ടിൽ നിൽക്കും. എനിക്ക് അതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അല്ല, പിന്നെ ശ്രീധനത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഒരു കണക്കിന് ഒപ്പിച്ചുകൊണ്ട് വരണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അല്ലല്ല, അതങ്ങനല്ല. ഞാനല്ലേ അവനെ നിയമിച്ചേ എന്റെ എസ്റ്റേറ്റിലെ മാനേജറായിട്ടുള്ള. എടാ, ചുമ്മാ തെണ്ടിപ്പറിക്കിടക്കം ചെറുക്കല്ല, ജോലിയുണ്ട്. രണ്ടച്ഛന്റെ മാനേജർ ചെറുക്കൻ. വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഇവിടെ വന്നിങ്ങനെ അവര് ഇഷ്ടത്തിലായിപ്പോ. അല്ല, എനിക്കെന്തോ അതിനെ നടത്തി കൊടുക്കണ്ട. പിന്നെന്തോ അല്ല, ചുമ്മാ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പറ. അല്ല, ഞാൻ ചിന്തിച്ചല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അതൊന്നും തീരുമാനമായിട്ട് ഒരു സ്വഭാവത്തിലേക്ക് മാറിയാലോ? അതൊന്നും തീരുമാനമാവട്ടെ. എന്തോ തീരുമാനിക്കാം. അല്ല, ഇപ്പൊ ബാക്കി ശ്രീധനത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ശ്രീധനത്തിന്റെ കാര്യങ്ങൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അല്ല, എന്ത് കൊടുക്കാൻ പറ്റും നമുക്കൊരു? ഞാൻ 25 ലക്ഷം രൂപ എന്റെ കുഞ്ഞിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കൊടുക്കും. അപ്പൊ ഒരു 25 പവനും കൂടെ പിടിക്കേ. പിന്നെ ഒരുമാതിരി കാറും. ഒരുമാതിരി കാറും അതോടൊന്ന് സെറ്റ് ചെയ്ത്. ഓക്കെ, ശരി. ഓക്കെ, 25 ആക്കണ്ട. ഒരു 50 പവന്റെ സ്വർണ്ണവും. അത് മതി. ഞാൻ അതേ ഉദ്ദേശിച്ചോളൂ, നിന്റെ ഇഷ്ടപ്രകാരം. കാരണം എന്താ അറിയാം, നാളെ ഒരു അമ്മായിമ്മ പോലുള്ള ഇട ഉണ്ടാവരുത്. ചെറുക്കന് കിട്ടുമ്പോ അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ. അപ്പൊ ഒരു മാരുതി കാറും അത്രേ ഉള്ളൂ, അങ്ങ് സെറ്റ് ചെയ്യാം. പിന്നെ എന്റെ കെടുപോലെ കുറച്ച് സാധനങ്ങളുടെ അവകാശം കൊണ്ട് ഞാൻ കൊച്ചിനെ ഏൽപ്പിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ചെറുക്കന്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഡിമാൻഡ് കൂടെ ഉണ്ട്. എന്താണ്? അതുകൊണ്ട് ഒന്ന് അംഗീകരിച്ചാൽ കല്യാണം മുന്നോട്ട് പോകാം. ചെറുക്കന് ജോലിയുണ്ട്, ഇപ്പൊ അത്യാവശ്യമുള്ള ശ്രീധനമുണ്ട്. ഇനിയിപ്പോ ചെറുക്കന്റെ അച്ഛന് എന്നും ഈ സിമെന്റിനകത്ത് കിടന്ന് കുഴയാനൊക്കത്തില്ല. അപ്പൊ നിന്റെ ഏതെങ്കിലും ഒരു 2 ജ്വല്ലറി എന്നെ അങ്ങ് ഏൽപ്പിക്കണം. അതിന്റെ മാനേജുകളി അല്ലല്ല, അതേ ഉള്ളൂ. അല്ലാതെ അത് അങ്ങനെ അല്ലാതെ അല്ല രാഘവ. ഇത്ര നേരം നീ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ ഇപ്പൊ പറഞ്ഞത് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അല്ല, വിട്ടേര് കല്യാണം വിട്ടേര്. ചെറുക്കന് വേറെ പെണ്ണ് കിട്ടാൻ ചേട്ടാ. നീ രാഘവ, അവന് ജോലി കൊടുത്തു ഞാനല്ലേ? എന്റെ എസ്റ്റേറ്റ് അവന് ജോലി കൊടുത്തു. അല്ലല്ലേ, നടക്കത്തില്ല. അല്ലല്ല, ചെറുക്കന്റെ അച്ഛന്റെ ഡിമാൻഡ് അംഗീകരിക്കാതെ കല്യാണം മുന്നോട്ട് പോകും. ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യല്ലോ. ഞാൻ പറയട്ടെ, അത് ശരിയല്ല. കാര്യം എന്റെ കൊച്ചിനൊരു ചെറുക്കനെ വേണം. ആ ചെറുക്കനെ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചു. അവന് ഞാൻ കെട്ടിച്ചു കൊടുക്കാം. പക്ഷേ കൊച്ചിന്റെ അപ്പനെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഇത് എന്തുവാ? ഞാൻ പറഞ്ഞത് 2 എസ്റ്റേറ്റിന്റെ മാനേജരാണ് ചെറുക്കൻ. അവന്റെ തന്തയ്ക്ക് ഒരു ഡിമാൻഡ് അംഗീകരിക്കാം. പെൺകുച്ചിനെ വേണ്ടടേ, ചുമ്മാ പോണ വരെ പിടിച്ച് കയറ്റേക്കും. എന്റെ പെങ്ങളെ നിനക്ക് തന്നതിന് വരെ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചെന്നതിന് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ കൂടെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല.